ഇന്ന് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ടുകളൊക്കെ എളുപ്പത്തിൽ എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുകൊണ്ട് 1936 നമ്മൾ ചെയ്യുന്ന രീതികളെന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഈ 19 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. ഓക്കെ, ഈ 19 എന്ന് പറയുന്ന നമ്പറിൻ്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത് 16 അല്ലേ. 16 പെർഫെക്റ്റ് സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറയാൻ പറ്റും? അത് 4. ഓക്കെ, ആ 4 ഇവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ആ 4 നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇനി നോക്കേണ്ട ഇവിടെ തന്നിരിക്കുന്ന ലാസ്റ്റ് നമ്പർ 6 കണ്ടല്ലോ. ഏത് നമ്പറിൻ്റെ സ്ക്വയറിലാണ് 6 ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത്? ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. 4ൻ്റെ സ്ക്വയറിൽ 4 16, 6 ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുമല്ലോ. 6ൻ്റെ സ്ക്വയറിൽ 6 6 36, അവിടെയും 6 ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 നമ്പറുകൾ വരുന്നുണ്ട്. ഇനി നോക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കാം, നമുക്കിവിടെ 4 കിട്ടിയല്ലോ. 4ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്ന 5 അല്ലേ. ഈ 4ഉം 5ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, ഈ 20ഉം ഈ 19ഉമായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ ഈ 19 എന്ന് പറയുന്നത് 20നേക്കാളും ചെറിയ നമ്പറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 നമ്പറുകളുണ്ട്, 6ഉം ഉണ്ട് 4ഉം ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ചെറിയ നമ്പർ എടുക്കും. ചെറിയ നമ്പർ 4 അല്ലേ, ആ 4 നമ്മൾ ഇവിടെ എഴുതും. അതായത് പിന്നെ 1936ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 44. ഓക്കെ, നമുക്കിനി 1089 ഇതിൻ്റെ ഒന്ന് നോക്കിയാലോ. ഇവിടെ നമ്മൾ ഈ നമ്പർ നോക്കുക, ഈ 10 ഇത് നമുക്ക് ഇവിടെ എടുത്തെഴുതി നോക്കാം. 10ൻ്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 9 അല്ലേ. 9ൻ്റെ വർഗ്ഗമൂലം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 ആണ്. ഈ വർഗ്ഗമൂലം നമ്മളിവിടെ ആൻസറായിട്ട് എഴുതും. ഓക്കെ, ഇനി ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ നോക്കുക, ഇത് 9 അല്ലേ. ഏത് സംഖ്യയുടെ വർഗ്ഗത്തിലാണ് 9 ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഏതാണ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 അല്ലേ. 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 7 7 7 7 49 അല്ലേ. ഇപ്പോൾ 2 സ്ഥലത്ത് 9 ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നുണ്ട്. അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ അതായത് ഇനി നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 7 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കുവാനായിട്ട് ഇവിടെ നമ്മൾ 3 എഴുതിയില്ലേ. 3ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 അല്ലേ. 3×4 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇനി നോക്കുക, ഈ നമ്പറും കൂടെ നിങ്ങൾ നോക്കുക. ഈ 10ഉം ഈ 10ഉം 12ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ 10 ചെറുതല്ലേ. 10 ചെറുതായതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന 2 നമ്പറുകളിൽ ചെറിയ നമ്പർ നമ്മൾ എടുക്കും. അതായത് ഏതാണ്? അത് 3 ആണ്. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 33 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 77ൻ്റെ തൊട്ട് നമുക്ക് 77 എന്ന് എഴുതാം. 77ൻ്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 64 അല്ലേ. 64ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 അല്ലേ. നമുക്കിവിടെ 8 ആൻസറായിട്ട് എഴുതി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ 4 ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ 4 ഏത് നമ്പറുകളുടെയൊക്കെ സ്ക്വയറുകളിലാണ് ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത്? നോക്കിയാൽ കാണാം. 2 to the 4 വരുന്നുണ്ട്. 8 8 the 64 അവിടെയും 4 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 8 ആയിരിക്കും നമുക്ക് അടുത്ത നമ്പർ. ഇനി നോക്കാം, നമ്മളുടെ ഓൾറെഡി എത്ര 8 എഴുതി വെച്ചിട്ടില്ലേ. 8ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 9 അല്ലേ. 8 × 9 എന്ന് പറയുന്നത് 72. നോക്കുക, 72ഉം 77ഉം കൂടെ നോക്കിക്കണ്ടേ. ഇവിടെ നോക്കിയാൽ കാണാം 72നേക്കാളും വലുതാണ് 77. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന 2 നമ്പറുകളിൽ നമ്മൾ ഈ വലിയ നമ്പറായ 8 എടുക്കും. അതായത് 88 നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4356ൻ്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു.